ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ അരിച്ചാക്ക് കൊണ്ടാണ്. ഇതിൽ നിന്നും ആ റെഡ് കളർ ഭാഗം മാത്രം നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫ്ലവർ ആണ് ഇതുകൊണ്ട് ചെയ്തെടുക്കുന്നത്. ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ 2 പീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 പീസും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വീണ്ടും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത പീസും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇതളിന്റെ ഇടയിലൂടെയും ഇതുപോലെ മടക്കിയിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതുപോലത്തെ അരിച്ചാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ ഓരോ ഇതളിന്റെ ഇടയിലും ഉരുക്കിയെടുക്കേണ്ടത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 ഫ്ലവർ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഇതിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ നടുക്കായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിന്റെ നടുക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോണിന് ചുറ്റും നമ്മൾ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിന് പകരം നമുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് ഒട്ടിച്ചെടുത്താലും മതി. അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ ഒരു 2 ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡെസ്ക് ടോപ്പ് കലണ്ടറിന്റെ ബോർഡിലേക്കാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കേക്ക് ബോർഡൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെയാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മുടെ ഫ്ലവറിന് തണ്ടായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ഷീറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജൂട്ട് ത്രെഡാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെവിക്കോൾ എടുത്താലും മതി. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല. ഇതുപോലെ നമ്മൾ 3 ഫ്ലവറിനുള്ള തണ്ടുകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇലകളിൽ വെയിൻസ് ഒക്കെ വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെച്ച് പേനയൊക്കെ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. ഇതിന് നമ്മൾ വെയിൻസ് ഒന്നും വരച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഇലകളൊക്കെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.